Hi my dear children, welcome back to the next topic, techniques of managerial control. ഭരണ നിർവഹണ നിയന്ത്രണ തന്ത്രങ്ങൾ. ഭരണ നിർവഹണത്തിന് ഉപയോഗിക്കാറുള്ള നിയന്ത്രണ സംവിധാനങ്ങളെ പ്രധാനമായും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവയെ ട്രഡീഷണൽ ടെക്നിക്സ് എന്നും മോഡേൺ ടെക്നിക്സ് എന്നും പറയാം. ഇതില് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കൺട്രോളിങ്ങിന്റെ ട്രഡീഷണൽ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് കമ്പനി ട്രഡീഷണൽ ടെക്നിക്സ് എന്ന് പറഞ്ഞാല് കമ്പനി വളരെ കാലമായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ടെക്നിക്കുകളാണിത്. ട്രഡീഷണൽ പണ്ട് തൊട്ടേ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ടെക്നിക്കുകളാണിവ. ഈ ടെക്നിക്കുകൾ ഇപ്പോഴും കാലഹരണപ്പെട്ടിട്ടില്ല. അവയൊക്കെ ഇന്നും പ്രവർത്തനക്ഷമമായിരിക്കുന്നു. ഇവ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടെക്നിക്, പേഴ്സണൽ ഒബ്സർവേഷൻ. പേഴ്സണൽ ഒബ്സർവേഷൻ ഓൺ ദി എംപ്ലോയി മേ ക്രിയേറ്റ് എ സൈക്കോളജിക്കൽ പ്രഷർ ടു പെർഫോം വെൽ. എന്താണ് വ്യക്തിഗത നിരീക്ഷണം അല്ലെ? അതായത് എംപ്ലോയീസിനെ വ്യക്തിപരമായി നിരീക്ഷിക്കുന്നത് അവരിൽ ഒരു സൈക്കോളജിക്കൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അതായത് അവർ ചെയ്യുന്ന ജോലി നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രേരണ അവർക്ക് ലഭിക്കും. നമ്മുടെ ടെക്സ്റ്റിനകത്ത് നോക്കാം. ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ ഇവിടെ തൊട്ടുള്ള ടോപ്പിക്കുകളാണ് ഉള്ളത്. The various techniques of managerial control may be classified into two broad categories, traditional techniques and modern techniques. ഭരണ നിർവഹണത്തിന് ഉപയോഗിക്കാറുള്ള നിയന്ത്രണ സംവിധാനങ്ങളെ പ്രധാനമായും പരമ്പരാഗത തന്ത്രങ്ങൾ അഥവാ ട്രഡീഷണൽ ടെക്നിക്സ് എന്നും ആധുനിക തന്ത്രങ്ങൾ അഥവാ മോഡേൺ ടെക്നിക്സ് എന്നും രണ്ടായി തിരിച്ചിരിക്കുകയാണ്. അതില് ട്രഡീഷണൽ ടെക്നിക്സ് എന്താണ് നോക്കിക്കേ. ട്രഡീഷണൽ ടെക്നിക്സ് ആർ ദോസ് which have been used by the companies for a long time now. കമ്പനികള് കാലാകാലങ്ങളിലായി ഭരണ നിർവഹണ നിയന്ത്രണത്തിനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മാർഗങ്ങളെയാണ് പരമ്പരാഗത തന്ത്രങ്ങൾ, അതായത് പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണിവ. However, these techniques have not become obsolete and are still being used by companies. എങ്കിലും ഇവ ഇപ്പോഴും നിയന്ത്രണ പ്രക്രിയയില് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ടെക്നിക്കുകളൊക്കെ ഇപ്പോഴും പല കമ്പനികളും വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പരമ്പരാഗതമായിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ദീസ് ഇൻക്ലൂഡ് പേഴ്സണൽ ഒബ്സർവേഷൻ, വ്യക്തിഗത നിരീക്ഷണം, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, സ്ഥിതിവിവര കണക്കുകൾ, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ലാഭനഷ്ടരഹിത വിശകലനം, ബഡ്ജറ്ററി കൺട്രോൾ, ബഡ്ജറ്റുകളിലൂടെയുള്ള നിയന്ത്രണം. ഇത് നാലുമാണ് ട്രഡീഷണൽ ടെക്നിക്കുകൾ. അതുപോലെ തന്നെ മോഡേൺ ടെക്നിക്കുകളും ഉണ്ട്. മോഡേൺ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആധുനിക തന്ത്രങ്ങൾ അല്ലെ? മോഡേൺ ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ് ആർ ദോസ് വിച്ച് ആർ ഓഫ് റീസെന്റ് ഒറിജിൻ ആൻഡ് ആർ കമ്പാരിറ്റീവ്ലി ന്യൂ ഇൻ മാനേജ്മെന്റ് ലിറ്ററേച്ചർ. അതായത് ഭരണ നിർവഹണ നിയന്ത്രണ പ്രക്രിയയിൽ അടുത്ത കാലം മുതൽ മാത്രം ഉപയോഗിച്ചു തുടങ്ങിയ നൂതന തന്ത്രങ്ങളെയാണ് മോഡേൺ ടെക്നിക്സ് എന്ന് പറയുന്നത്. അവയുടെ ഒറിജിൻ റീസൺ ആണ്, അടുത്ത കാലത്താണ് ഇവയൊക്കെ ഈ ടെക്നിക്കുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദീസ് ടെക്നിക്സ് പ്രൊവൈഡ് എ റീഫ്രഷിംഗ്ലി ന്യൂ തിങ്കിങ് ഓൺ ദ വേസ് ഇൻ വിച്ച് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ക്യാൻ ബി കൺട്രോൾഡ്. ഇപ്പൊ സ്ഥാപനങ്ങളില് നിയന്ത്രണ സംവിധാനം കാര്യക്ഷമമായും ശാസ്ത്രീയമായും നടപ്പിൽ വരുത്താൻ ഇവ വളരെയധികം സഹായിക്കുന്നുണ്ട്. ആ ടെക്നിക്കുകൾ ഏതൊക്കെയാണ്? ദീസ് ഇൻക്ലൂഡ്, ഇത്തരത്തിലുള്ള ടെക്നിക്കുകളിൽ പ്രധാനപ്പെട്ടവ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതായത് നിക്ഷേപത്തിന്മേലുള്ള ആദായം, റേഷ്യോ അനാലിസിസ്, അനുപാത വിശകലനം, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ്, ഉത്തരവാദിത്വ അക്കൗണ്ടിംഗ്, മാനേജ്മെന്റ് ഓഡിറ്റ്, മാനേജ്മെന്റ് കണക്കു പരിശോധന, PERT ആൻഡ് CPM, മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, മാനേജ്മെന്റ് വിവര സമ്പ്രദായം. ഇത്രയുമാണ് മോഡേൺ ടെക്നിക്കുകളിനകത്ത് വരുന്നത്. ഇത് നോട്ടിൽ എഴുതുമ്പോൾ ഇതിങ്ങനെ പാരഗ്രാഫ് ആയിട്ട് കൊടുക്കണമെന്നില്ല. ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ
എന്ന് കൊടുത്ത ശേഷം ഒരു ഡയഗ്രാം ഇതിന്റെ അകത്ത് കാണിച്ചിട്ടില്ല, ഇതുപോലെ ഒരു ഡയഗ്രാം വരയ്ക്കുക. ട്രഡീഷണൽ ടെക്നിക്ക് മോഡേൺ ടെക്നിക്ക് എന്ന് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ട്രഡീഷണൽ ടെക്നിക്കിന്റെ താഴെ ഇപ്പൊ പറഞ്ഞ പേഴ്സണൽ ഒബ്സർവേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ, ഇത് 4 എഴുതുക. മോഡേൺ ടെക്നിക്കിന്റെ താഴെ ഇപ്പോൾ പറഞ്ഞ ബാക്കിയുള്ള മോഡേൺ ടെക്നിക്കുകൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, റേഷ്യോ അനാലിസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ്, മാനേജ്മെന്റ് ഓഡിറ്റ്, പെർട്ട് ആൻഡ് CPM, മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഇങ്ങനെ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് അതൊന്ന് പ്രസന്റ് ചെയ്യുക. ഇത് ഓട് 1 ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അല്ലാതെ നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആവശ്യം ഇത് ബാക്കി ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി ഇട്ടേക്കുക കേട്ടോ. ട്രഡീഷണൽ ടെക്നിക്സ് ആർ ദോസ് വിച്ച് ഹാവ് ഇത്ര ഒന്ന് വരച്ചിട്ടേക്കുക കേട്ടോ. ലോങ് ടൈമിൽ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ മോഡേൺ ടെക്നിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ അകത്ത് ഇവിടം തൊട്ട് ഇവിടം വരെ ഇറ്റ് പ്രൊവൈഡ് റീഫ്രഷിംഗ്ലി ന്യൂ തിങ്കിങ്. ഇത്രയൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇനി ഓരോ ട്രഡീഷണൽ ടെക്നിക്സ് ഓരോന്ന് എന്താണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഫസ്റ്റ് പേഴ്സണൽ ഒബ്സർവേഷൻ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്താണ് പേഴ്സണൽ ഒബ്സർവേഷൻ. കണ്ടോ, ഇവിടെ കുട്ടിയുടെ അടുത്തിരുന്ന് അമ്മ ഒബ്സർവ് ചെയ്യാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളാണേലും പഠിക്കുമ്പോൾ പേരൻസ് ആരെങ്കിലും വാച്ച് ചെയ്യാനുണ്ട് എങ്കിൽ നിങ്ങളത് ശ്രദ്ധാപൂർവം വായിക്കുകയും പഠിക്കുകയും ചെയ്യില്ല. ആരുമില്ലാന്ന് കാണുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുവാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകില്ല. അപ്പം തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ ഓരോ എംപ്ലോയിയുടെ മേലും ഉണ്ട് എങ്കിൽ അവർക്കിടയിൽ അവർക്ക് മാനസികമായി തന്നെ നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു താല്പര്യം അവരിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ പാഠഭാഗത്തേക്ക് വരാം. ദിസ് ഈസ് ദ മോസ്റ്റ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കൺട്രോൾ. ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കൺട്രോൾ ആണ് ഈ പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതും ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള ഒരു തന്ത്രമാണ്. ഇത് നിയന്ത്രണ പ്രക്രിയയിലെ ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള ഒരു തന്ത്രമാണ് ഏതെന്ന് പറയുന്നത് പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. പേഴ്സണൽ ഒബ്സർവേഷൻ enables the manager to collect first hand information. ജീവനക്കാരുടെ ജോലി സംബന്ധമായ വിവരങ്ങൾ നേരിട്ട് ശേഖരിക്കാൻ ഇത്തരത്തിലുള്ള പേഴ്സണൽ ഒബ്സർവേഷൻ മാനേജറെ സഹായിക്കുന്നു. അപ്പൊ എന്ത് തരത്തിലുള്ള ഇൻഫോർമേഷൻ ലഭിക്കുന്നു? ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ. അതായത് മാനേജ്മെന്റ് നേരിട്ട് പേഴ്സണലി ഒബ്സർവ് ചെയ്യല്ലേ. അപ്പൊ ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ തന്നെ കളക്ട് ചെയ്യുന്നതിന് പേഴ്സണൽ ഒബ്സർവേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് എ സൈക്കോളജിക്കൽ പ്രഷർ ഓൺ ദി എംപ്ലോയീസ് ടു പെർഫോം വെൽ ആസ് ദേ ആർ അവെയർ ദാറ്റ് ദേ ആർ ബീങ് ഒബ്സർവ് പേഴ്സണലി ഓൺ ദർ ജോബ്. ജീവനക്കാര് നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ബോധ്യമുള്ളതിനാൽ ജോലികൾ കൃത്യതയോടെ പൂർത്തീകരിക്കുന്നതിനുള്ള മാനസിക സമ്മർദ്ദം അവരിൽ ഉണ്ടാകുന്നു. അപ്പൊ അവർക്കറിയാം, എംപ്ലോയീസിന് അറിയാം അവരുടെ മാനേജർ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം അവരിൽ ഉള്ളത് കൊണ്ട് തങ്ങളെ ഏൽപ്പിച്ച ജോലി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥ അവരിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. However, it is a very time-consuming exercise and cannot effectively be used in all kind of jobs. ഇനി എന്നാലും ഇതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സമയനഷ്ടം വരുത്തുന്നതാണ് അല്ലെ. പലതരം ജോലികൾക്കും ഫലപ്രദമായിട്ട് ഇവ ഉപയോഗിക്കാൻ കഴിയാത്തതുമാണ്. ഇങ്ങനെ എല്ലായ്പ്പോഴും എംപ്ലോയീസിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സാധിക്കില്ല എല്ലാ ഓർഗനൈസേഷനുകളിലും. അതുകൊണ്ട് തന്നെ എല്ലാ തരം ജോലികൾക്കും ഈ ഒരു ടെക്നിക്ക് സ്യൂട്ടബിൾ ആകില്ല. ഇതിനാണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ ഒബ്സർവേഷൻ അഥവാ വ്യക്തിഗത നിരീക്ഷണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്. സ്ലൈഡിലോട്ട് നോക്കിയിട്ട് വരാം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷൻ റിഗാർഡിംഗ് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ഇൻ ദ ഫോം ഓഫ് ചാർട്ട്സ്, ഗ്രാഫ്സ്, tables, etc. enables the managers to interpret them and to make comparison. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷൻ സ്ഥിതി വിവര കണക്കുകൾ, അതായത് എംപ്ലോയീസിന്റെ പെർഫോമൻസ് ചാർട്ടുകളായിട്ടോ ഗ്രാഫുകളായിട്ടോ ടേബിളുകളൊക്കെ ആയിട്ടോ നമ്മൾ തയ്യാറാക്കുകയാണ് എങ്കിൽ മാനേജേഴ്സിന് വളരെ വേഗം അതിൽ നിന്നും അതിന്റെ കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാനും അവയെ കമ്പയർ ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടാണ് അടുത്തത്. നമ്മുടെ പാഠഭാഗത്തേക്ക് വരാം. നോക്കാം, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഭാഗങ്ങളാണ് എഴുതേണ്ടത്.
Statistical analysis in the form of averages, percentages, ratios, correlation, etc. present useful information to the managers regarding performance of the organization in various areas. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിതിവിവര കണക്കുകൾ. സ്ഥാപനങ്ങളുടെ വിവിധ മേഖലകളിലെ പ്രകടനം വിലയിരുത്തുന്നതിനായിട്ട് വിവിധ സ്ഥിതിവിവര വിശകലന ഉപാധികളായ ശരാശരി അല്ലെ, ആവറേജുകള്, പെർസെന്റേജുകള്, അംശബന്ധങ്ങള്, റേഷ്യോസ് എന്ന് വെച്ചാൽ എന്താ, അനുപാതങ്ങള്, കോറിലേഷൻസ് എന്ന് വെച്ചാൽ എന്താ, സംബന്ധകം എന്നിവ മാനേജർമാർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. Such information, when presented in the form of charts, graphs, tables, etc., enables the managers to read them more easily and allow a comparison. ഇനി ഇത്തരം വിവരങ്ങള് ചാർട്ടുകൾ, ഗ്രാഫുകൾ, പട്ടികകൾ എന്നിവ ഉപയോഗിച്ച് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ കൂടാതെ മുൻകൂട്ടി നിശ്ചയിച്ച മാനദണ്ഡവുമായിട്ടും കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ടുള്ള താരതമ്യം ചെയ്യലും ഇതുവഴി സാധിക്കുന്നു. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, സ്ഥിതിവിവര കണക്കുകൾ. നെക്സ്റ്റ് പോയിന്റ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഇത് സെപ്പറേറ്റ് ഒരു 2 മാർക്കിനൊക്കെ എഴുതാൻ ചോദിക്കാം കേട്ടോ. അതായത് ലാഭനഷ്ടരഹിത വിശകലനം, ലാഭനഷ്ടരഹിത വിശകലനം, ബ്രേക്ക് ഈവൻ അനാലിസിസ്. The level of operation where total revenue or sales are equal to total cost is called the break-even point. എന്താണ് break-even point എന്ന് പറഞ്ഞാല്? അതായത് നമ്മുടെ പ്രവർത്തനങ്ങള് അതില്, അതായത് ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരു ലെവലിൽ എത്തുന്നു. ആ പോയിന്റിനാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ലെവൽ ഓഫ് ഓപ്പറേഷൻ വേർ ടോട്ടൽ റവന്യൂ ഓർ സെയിൽസ് ആർ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. കണ്ടോ ഇവിടെ ഈ ഗ്രാഫിൽ കിടക്കുന്നുണ്ടോ? ഇതെന്ന് പറയുന്നത് സെയിൽസ്, അതുപോലെ ഇതെന്താണ്? ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റിന്റെ ലൈനാണ് തന്നിരിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ്, ഇതെന്ന് പറയുന്നത് സെയിൽസ്. ഇതിന്റെ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്. VC മീൻസ് വേരിയബിൾ കോസ്റ്റ്. ഇതെന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. കണ്ടോ, ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത ഒരു പോയിന്റ്. ആ പോയിന്റിനാണ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ്. അറ്റ് ദിസ് പോയിന്റ് സെയിൽസ് വോളിയം ദ ഫെയിംസ് മേക്ക്, അല്ലെങ്കിൽ ഈ പോയിന്റിലാണ് ദ ഫെയിം മേക്സ് നോ പ്രോഫിറ്റ് നോ ലോസ്, ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ വരുമ്പോൾ അതായത് സെയിൽസും കൂട്ടിമുട്ടുന്നു, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റും അല്ലെ, ആ പോയിന്റിനാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ താഴോട്ട് ഇത് ലോസ് ആണ്, ഇങ്ങോട്ട് പ്രോഫിറ്റ് ആണ് അല്ലെ, ഇതിന്റെ മുകളിലേക്ക് പ്രോഫിറ്റ് ആണ്. അതായത് ടോട്ടൽ കോസ്റ്റിനേക്കാൾ കൂടുതൽ ഇവിടെ സെയിൽസ് വരുമ്പോൾ പ്രോഫിറ്റ് ആവും ഓട്ടോമാറ്റിക്കലി. അതിന് ഇവിടം വരെ എന്തായിരുന്നു കൂടുതൽ? കോസ്റ്റ് ആയിരുന്നു കൂടുതൽ. ഇവിടെ കണ്ടോ ടോട്ടൽ കോസ്റ്റ്, ഇവിടെ കോസ്റ്റ് ആണ് കൂടി നിൽക്കുന്നത്, സെയിൽസിന് താഴെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇത്രയും ഏരിയ എന്ന് പറയുന്നത് ലോസ് ആണ്. ഇതിന്റെ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും പ്രോഫിറ്റ് വരും. അപ്പൊ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഈ പോയിന്റിനാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് നോക്കാം. ബ്രേക്ക് ഈവൻ അനാലിസിസ്. Break-even analysis is a technique used by the manager to study the relationship between cost, volume and profits. ഉൽപാദന ചെലവ്, ഉൽപാദിപ്പിച്ച യൂണിറ്റുകളുടെ എണ്ണം, ലാഭം എന്നിവ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതിനായിട്ടുള്ളതാണ് ലാഭനഷ്ടരഹിത വിശകലനം അഥവാ ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് പറഞ്ഞ ടെക്നിക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അല്ലെ, റിലേഷൻഷിപ്പ് കാണിക്കുന്ന എന്തൊക്കെ തമ്മിലുള്ള കോസ്റ്റ്. ഇതുണ്ടോ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ഒക്കെ ഇവിടെ തന്നിരിക്കുന്നു. കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. വോളിയം സെയിൽസ് വോളിയം, അതുപോലെ തന്നെ പ്രോഫിറ്റ്, ഇവയെല്ലാം തമ്മിലുള്ള റിലേഷൻസ് കാണിക്കുന്ന ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്.
It determines the probable profit and losses at different levels of activity. ഇപ്പൊ ലാഭവും നഷ്ടവും ഇല്ലാത്ത വിൽപ്പന അളവ് ലാഭ നഷ്ടരഹിത ബിന്ദു എന്ന് അറിയപ്പെടുന്നു. ഈ കണ്ട ഈ ഒരു ബ്രേക്ക് ഈവൻ ചാർട്ടിനകത്ത് എന്താ കാണിച്ചിരിക്കുന്നത്? പ്രോബബിൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി അല്ലെ? ഡിഫറെന്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി, അതായത് സെയിൽസ് വോളിയം എന്താ ഇവിടെ തന്നിരിക്കുന്നുണ്ടോ? അപ്പൊ 25 യൂണിറ്റ് 50 യൂണിറ്റ് അങ്ങനെ ഡിഫറെന്റ് യൂണിറ്റിൽ വരുമ്പോഴുള്ള പ്രോഫിറ്റിന്റെ അല്ലെങ്കിൽ ലോസിന്റെ അളവാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. The sales volume at which there is no profit, no loss is known as break even point. അപ്പൊ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് വോളിയം എവിടെ എത്തുന്നത്? നോ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത ഒരവസ്ഥയിൽ എത്തുന്ന പോയിന്റിനാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നു, കണ്ടോ? ഇവിടം തൊട്ട് ഇവിടം വരെ ലോസും ഇതിന് മുകളിലേക്ക് പ്രോഫിറ്റുമാണ്. ഇവിടെ ലോസ് ആകാൻ കാരണം എന്താ കണ്ടത്? ഇവിടെ ടോട്ടൽ കോസ്റ്റ് ആണ് ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ സെയിൽസിനേക്കാൾ മുകളിൽ നിൽക്കുന്നത് അല്ലെ? ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സെയിൽസ് അല്ലെ? ഇവിടെ ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. ഇവിടം തൊട്ട് ഇവിടം വരെ ടോട്ടൽ കോസ്റ്റ് ആണ് കൂടുതൽ ഏതിനേക്കാൾ? ടോട്ടൽ റവന്യൂവിനേക്കാൾ. അതുകൊണ്ട് ലോസ് ആണ് ഈ പോയിന്റ് വരെ. ഈ പോയിന്റിന് മുകളിലേക്ക് നോക്കിക്കേ, റവന്യൂ അല്ലെങ്കിൽ സെയിൽസ് ആണ് കൂടുതൽ ഏതിനേക്കാൾ? ടോട്ടൽ കോസ്റ്റിനേക്കാൾ. അതുകൊണ്ട് അവിടെ എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ്. അതായത് അവിടെ എന്താ പ്രത്യേകത? ലാഭവുമില്ല നഷ്ടവും ഇല്ലാതെ വരുന്ന ഒരു അല്ലെ? അപ്പൊ അതായത് എന്തെന്നാ പറയുന്നത് അതിന് നമുക്ക്? നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് ഈസ് നോൺ ആസ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പൊ സെയിൽസ് വോളിയം എപ്പോഴാണോ ലാഭവും അല്ല നഷ്ടവും അല്ലാത്ത ഒരു പോയിന്റിൽ എത്തുന്നത്, ആ പോയിന്റിനാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ അത്രയുമാണ് എഴുതേണ്ടത്. പിന്നെ നിങ്ങൾ ഈ ഒരു ഇക്വേഷനും കൂടി ഒന്ന് ബുക്കിലേക്ക് എഴുതി വെച്ചേക്കുക കേട്ടോ. ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ഈ ഇക്വേഷനും കൂടി നോട്ട്ബുക്കിലേക്ക് എഴുതുക. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഇത്രയുമാണ് ഈ ഭാഗത്ത് നിന്ന് എഴുതേണ്ടത്. ഇനി അതിൻ്റെ അകത്ത് നെക്സ്റ്റ് ഒരു ടെക്നിക്ക് കൂടിയാണുള്ളത്. അതെന്ന് പറയുന്നത് ഇതാണ്, ബഡ്ജറ്ററി കൺട്രോൾ. എന്ന് വെച്ചാൽ എന്താണ്? ബഡ്ജറ്റുകളിലൂടെയുള്ള നിയന്ത്രണം. കൺട്രോളിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബഡ്ജറ്റ്. അതായത് ബഡ്ജറ്റിന്റെ സഹായത്തോടെ ഓർഗനൈസേഷനകത്തെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ദ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ ബഡ്ജറ്ററി സ്റ്റാൻഡേർഡ്സ്. ഇതിന്റെ അകത്ത് ആക്ച്വൽ പെർഫോമൻസിനെ നമ്മൾ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ അവിടെ എന്താ സ്റ്റാൻഡേർഡ് അല്ല സെറ്റ് ചെയ്യുന്നത്, അതുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം, ബഡ്ജറ്റുകൾക്ക് ഉദാഹരണം സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, മെറ്റീരിയൽസ് ബഡ്ജറ്റ് എക്സെട്ര ഇവയ്ക്ക് ഉദാഹരണമാണ്. നോക്കാം, ഇവിടം തൊട്ട് ഇവിടം വരെയാണ് എഴുതേണ്ടത്. ബഡ്ജറ്ററി കൺട്രോൾ ഈസ് എ ടെക്നിക് ഓഫ് മാനേജീരിയൽ കൺട്രോൾ in which all operations are planned in advance in the form of budgets and actual results are compared with the budgetary standards. ഇതിന്റെ അകത്ത് എന്താ ചെയ്യുന്നത്? ഒരു സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുൻകൂറായി ബഡ്ജറ്റുകളുടെ രൂപത്തിൽ ആസൂത്രണം ചെയ്യുകയും യഥാർത്ഥ പ്രവർത്തനങ്ങളെ ഇതുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുന്ന ഭരണ നിർവഹണ നിയന്ത്രണ തന്ത്രമാണ് ബഡ്ജറ്ററി കൺട്രോൾ അഥവാ ബഡ്ജറ്റുകളിലൂടെയുള്ള നിയന്ത്രണം എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്? എല്ലാ ഓപ്പറേഷൻസും നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യും അല്ലെ? അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്നതിനാണ് എന്ത് ചെയ്യുക എന്ന് പറയുന്നത്? ബഡ്ജറ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത്. ആൻഡ് ആക്ച്വൽ റിസൾട്ട്സ്, എന്നിട്ട് നമ്മൾ ആക്ച്വൽ റിസൾട്ടിനെ ഈ സ്റ്റാൻഡേർഡ് ബഡ്ജറ്ററി സ്റ്റാൻഡേർഡുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. ഇങ്ങനെയാണ് ബഡ്ജറ്ററി കൺട്രോൾ സാധ്യമാക്കുന്നത്. അത്രയും എഴുതണം. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് ഈ ഒരു കാര്യം കൂടി എഴുതണം. എ ബഡ്ജറ്റ് ഈസ് എ quantitative statement for a definite future period of time for the purpose of obtaining a given objective. എന്താണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? എന്താ? ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിനായിട്ട് നിശ്ചിത കാലയളവിലേക്ക്
പരിമാണികമായി തയ്യാറാക്കുന്ന ഭാവി പ്രവർത്തനങ്ങളുടെ പത്രികയാണ് എന്തെന്ന് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അവിടെ നമ്മൾ ഒരു ടാൻജിബിൾ ഫോമിൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടേംസിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുകയാണ് ഒരു നിശ്ചിത കാലയളവിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ. is a quantitative statement for a definite future period of time for the purpose of obtaining a given objective. ഇനി ഇതിനകത്ത് ഈ ഒരു സെന്റൻസ് കൂടി ഒന്ന് ആഡ് ചെയ്തേക്കാം ബഡ്ജറ്റിനകത്ത്. It will contain figures of forecast both in terms of time and quantities. അപ്പൊ അതിനകത്ത് എത്ര കാലയളവിനുള്ളിൽ എന്തുമാത്രം ക്വാണ്ടിറ്റിയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്നൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് സമയവും അളവ് എന്നിവയൊക്കെ കണക്കിലെടുത്തുള്ള ഒരു പ്രവചിക്കലാണ് ഇതെന്ന് പറയാം. ഇനി എന്താ the box shows the most common types of budgets used by an organization. ഇതിന്റെ ബഡ്ജറ്റിന് ഉദാഹരണമാണ് ഈ എക്സാമ്പിൾ ഹെഡിങ് ഒന്നും എഴുതി വെച്ചേരാം കേട്ടോ. സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, മെറ്റീരിയൽ ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബഡ്ജറ്റ്, ഇതൊക്കെ ബഡ്ജറ്റുകൾക്ക് ഉദാഹരണമാണ്. ഇനി അതിനകത്തൊരു ചെറിയ ഭാഗം കൂടെ ഉള്ളൂ. അതായത് ഇത് ബഡ്ജറ്റിംഗ് ഓഫേഴ്സ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജ്. ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ഇത് പറയുന്നത്. നോക്കുക. ഫസ്റ്റ് വൺ, ബഡ്ജറ്റിംഗ് ഫോക്കസസ് ഓൺ സ്പെസിഫിക് ആൻഡ് ടൈം ബൗണ്ട് ടാർഗറ്റ്സ് ആൻഡ് ദസ് ഹെൽപ്സ് ഇൻ അറ്റൈൻമെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇപ്പൊ എന്തിനെ സഹായിക്കുന്നു? ബഡ്ജറ്റിംഗ് കൃത്യമായും സമയബന്ധിതമായും ലക്ഷ്യമനുസരിച്ചിട്ടുള്ളതിനാൽ സംഘടനാപരമായ ലക്ഷ്യം നേടുന്നതിന് ഇത് ഏറെ സഹായകമാണ്. ഇപ്പൊ എന്തിനു സഹായിക്കുന്നു? കാരണം ബഡ്ജറ്റ് ഫോക്കസ് ചെയ്യുന്ന അവിടെ സ്പെസിഫിക് ആയിട്ട് ടൈം, ക്വാണ്ടിറ്റി ഒക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഹെൽപ്സ് ഇൻ അറ്റൈൻമെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്യുക. നെക്സ്റ്റ്, ബഡ്ജറ്റിംഗ് ഈസ് എ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ടു ദ എംപ്ലോയീസ് who know the standards against which their performance will be appraised and thus enables them to perform better. അതായത് ജീവനക്കാരുടെ പ്രവർത്തന വിലയിരുത്തലിന്റെ മാനദണ്ഡങ്ങളെ കുറിച്ച് അവർക്ക് മുൻധാരണ ഉള്ളതിനാല് ഇത് അവർക്ക് ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനുള്ള പ്രചോദനം നൽകുന്നു. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു അല്ലെ, സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ടു ദ എംപ്ലോയീസ്. അപ്പൊ ഇതാണ് അതിന്റെ കീവേഡ്. എത്ര അടയാളപ്പെടുത്തുക കേട്ടോ. ബഡ്ജറ്റ് എന്ത് കൊടുക്കുന്നു? എംപ്ലോയീസിന് ഒരു പ്രചോദനം കൊടുക്കുന്നു. കാരണം അവർക്ക് മുൻകൂട്ടി അറിയാം അവർക്ക് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് എന്താണെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അതിനെ വെച്ചാണ് അവർ വിശകലനം ചെയ്യുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യും? പെർഫോം ചെയ്യും. നമ്മളിത് പേഴ്സണൽ ഒബ്സർവേഷനകത്ത് പറഞ്ഞില്ല, അത് തന്നെ ഇവിടെയും സ്റ്റാൻഡേർഡ് നേരത്തെ സെറ്റ് ചെയ്യുകയല്ലേ. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ടു ദി എംപ്ലോയീസ് ആണ്. തേർഡ് പോയിന്റ്, budgeting helps in optimum utilization of resources by allocating them according to the requirements of different departments. ഇനി മൂന്നാമതായിട്ട് എന്തിനു സഹായിക്കുന്നു? വിവിധ വകുപ്പുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിഭവങ്ങൾ വീതിച്ച് നൽകുന്നതിലൂടെ ലഭ്യമായ വിഭവങ്ങളുടെ പരമാവധി മെച്ചപ്പെട്ട ഉപയോഗം ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കുന്നു. അപ്പൊ ബഡ്ജറ്റിംഗ് ഹെൽപ്സ് ഇൻ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ വിഭവങ്ങളെ പരമാവധി വിനിയോഗിക്കുന്നതിന് സാധിക്കുന്നു. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും അവരവരുടെ ആവശ്യാനുസരണം ഓരോന്നും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് വഴി നമുക്ക് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് സാധ്യമാകുന്നു. ഫോർത്ത് പോയിന്റ്, budgeting is also used for achieving coordination among different departments of an organization and highlights the interdependence between them. ഒരു സ്ഥാപനത്തിലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനും പരസ്പര ആശ്രയ പ്രവർത്തനങ്ങൾക്കും ബഡ്ജറ്റിംഗ് വഴിയൊരുക്കുന്നു. പിന്നെ ഫോർ ഇൻസ്റ്റൻസ് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. Sales budget cannot be prepared without knowing production programs and schedules. അപ്പൊ നമുക്ക് പ്രൊഡക്ഷന്റെ നടപടിക്രമങ്ങൾക്ക് അനുസരിച്ച് മാത്രമല്ലേ സെയിൽസിന്റെ ബഡ്ജറ്റ് തയ്യാറാക്കാൻ സാധിക്കൂ. അത് ഇത്തരത്തിലുള്ള ഒരു ഏകോപനത്തിന് ഉദാഹരണമാണ്. ബഡ്ജറ്റിംഗ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ അച്ചീവിംഗ് കോഓർഡിനേഷൻ അമംഗ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഒരു സ്ഥാപനത്തിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ തമ്മിൽ
വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതിനും ബഡ്ജറ്റിംഗ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ by stressing on those operations which deviate from budgeted standards in a significant way. പിന്നെ എന്തിനെ സഹായിക്കുന്നു? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്താണെന്ന്. അപ്പോൾ ബഡ്ജറ്റുകളിൽ നിശ്ചയിച്ച നിലവാരത്തിൽ നിന്ന് കാര്യമായ വ്യതിയാനം സംഭവിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ, സവിശേഷ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ എന്ന തത്വം ഫലപ്രദമായി നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എന്തിനു സഹായിക്കുന്നു? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. കാരണം ഇവിടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, അതിൽ നിന്നും ഒരുപാട് വ്യതിചലിച്ചു പോകുന്ന കാര്യങ്ങളെ മാത്രം ടോപ്പ് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മതി. അപ്പൊ ഇത് സാധ്യമാക്കുന്നതിന് അപ്പം ബഡ്ജറ്റിനും എന്തുണ്ടെന്ന് പറയാം? നല്ലൊരു റോൾ ഉണ്ടെന്ന് പറയാം. അപ്പൊ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ സാധ്യമാക്കുന്നു. ഇത്രയുമാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി അതിന്റെ ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് എഴുതണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. However, the effectiveness of budgeting depends on how accurately estimates have been made about future. എന്നിരുന്നാലും ഭാവി കാര്യങ്ങളെ എത്ര കൃത്യതയോടെ പ്രവചിക്കാൻ സാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ബജറ്റുകളുടെ ഫലപ്രാപ്തി നിലകൊള്ളുന്നത്. അപ്പൊ ബഡ്ജറ്റ് എഫക്റ്റീവ് ആകണമെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എത്രമാത്രം ആക്യുറേറ്റ് ആണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത് അല്ലെ. ഫ്യൂച്ചർ ആണ്, നമുക്ക് 100% ആക്യുറസിയോടുകൂടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. Flexible budgets should be prepared which can be adopted if forecast about future turn out to be different, especially in the face of changing environmental forces. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? അതായത് ഭാവി കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, ഇത്തരത്തില് ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുതകുന്ന തരത്തിലുള്ള ഫ്ലെക്സിബിൾ ബഡ്ജറ്റുകൾ അല്ലെങ്കിൽ വഴക്കമുള്ള ബഡ്ജറ്റുകൾ തയ്യാറാക്കി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. മാനേജേഴ്സ് മസ്റ്റ് റിമെമ്പർ ദാറ്റ് ബഡ്ജറ്റിംഗ് ഷുഡ് നോട്ട് ബി viewed as an end but a means to achieve organizational objectives. അപ്പം ബജറ്റുകളെ ലക്ഷ്യം നേടുന്നതിനുള്ള കേവലമായിട്ടുള്ള ഒരു മാർഗം മാത്രമായി കണക്കാക്കാൻ പറ്റുള്ളൂ. മാനേജേഴ്സ് എന്താ ചിന്തിക്കേണ്ടത്? ബഡ്ജറ്റ് ലക്ഷ്യം നേടാനുള്ള ഒരു മാർഗം മാത്രമായിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. ഇത്രയുമാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഇമ്പോർട്ടൻസ് ആ കീ പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തത്, കീ പോയിന്റ്സ് എഴുതിയാൽ മതി. ഇത്രയുമാണ് ട്രഡീഷണൽ ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ കൺട്രോൾ. ഇനി അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ശ്രദ്ധിച്ചോളുക. ഫസ്റ്റ്, പിക്ക് ഔട്ട് എ മോഡേൺ ടെക്നിക് ഓഫ് മാനേജീരിയൽ കൺട്രോൾ ഫ്രം ദ ഫോളോയിങ്. അതായത് 4 കൺട്രോളിങ്ങിന്റെ ടെക്നിക്സ് തന്നിരിക്കുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ. ഏതാണ്? മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. ബാക്കി 3 ഏതാണ്? ട്രഡീഷണൽ ടെക്നിക്കാണ് അല്ലെ. അപ്പൊ അങ്ങനെ ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ തന്നെ ആ ഡയഗ്രാം വരച്ച് ക്ലാസിഫൈ ചെയ്യണമെന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഡ്ജറ്ററി കൺട്രോൾ റിക്വയേഴ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് ഡാഷ് ബഡ്ജറ്റ്സ്, ബി നെറ്റ്വർക്ക് ഡയഗ്രാം, സി ബ്രേക്ക് ഈവൻ ചാർട്ട്, ഡി ട്രെയിനിങ് ഷെഡ്യൂൾസ്. ബഡ്ജറ്ററി കൺട്രോളിന് എന്താ നമ്മൾ തയ്യാറാക്കേണ്ടത്? ബഡ്ജറ്റ് അല്ലേ തയ്യാറാക്കേണ്ടത്. അപ്പൊ ആൻസർ ബഡ്ജറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, write a short note on break-even analysis as a technique of managerial control. break-even analysisനെ കുറിച്ച് ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ 2 മാർക്കിന്റെ ചോദ്യമാണ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് ഫ്രം ദ ഫോളോയിങ്. ട്രഡീഷണൽ മെത്തേഡ് അത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ, അത് അങ്ങനെ ഏത് വേണമെങ്കിലും മാറി മാറിയിട്ട് ചോദിക്കാം കേട്ടോ. ബഡ്ജറ്ററി കൺട്രോൾ റിക്വയേഴ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് ഡാഷ്, മുമ്പേ ചോദിച്ചത് തന്നെയാണ് ബഡ്ജറ്റ് അല്ലെ. നെക്സ്റ്റ്, the technique used by managers to study the relationship between cost, volume and profit is. ഏതാണ്? കോസ്റ്റും വോളിയവും പ്രോഫിറ്റും ഒക്കെ ഇങ്ങനെയുള്ള ഒരു റിലേഷൻ സ്റ്റഡി ചെയ്യുന്നത് ഏത് ടെക്നിക്കിലാണ്? ബഡ്ജറ്ററി കൺട്രോളിലാണോ? അതെയോ റേഷ്യോ അനാലിസിസിലാണോ? അതെയോ ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണോ? മാനേജ്മെന്റ് ഓഡിറ്റ് ആണോ? ഡെഫിനറ്റ്ലി ബ്രേക്ക് ഈവൻ അനാലിസിസ്.
ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇത്രയൊക്കെയാണ് ഈ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.